രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത്. അമൽ, വിവരങ്ങൾ. സേതു, ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാനാണ് പ്രതിഭാഗം അഭിഭാഷകർ ശാസ്തമംഗലം അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻപ് സമർപ്പിച്ച ജാമ്യാപേക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം തള്ളിക്കൊണ്ട് ഉത്തരവ് പറഞ്ഞത്. ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിപ്പകർപ്പിൽ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ റേപ്പ് സ്ഥിരീകരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. മാത്രവുമല്ല, ഈ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്ന് തെളിയിക്കുവാൻ പ്രതിഭാഗം ശ്രമിച്ചുവെങ്കിലും അത്തരത്തിലുള്ള വാദഗതികളൊന്നും കോടതി പരിഗണിച്ചിരുന്നില്ല. ഏതായാലും മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഒരു തീരുമാനം ശരിയാകുമോ, അല്ലെങ്കിൽ അതിൽ ആ ഒരു വിധി പറഞ്ഞതിലുള്ള അപാകതകൾ ഉണ്ടോ എന്നതെല്ലാം അടക്കമായിരിക്കും സെഷൻസ് കോടതി പരിശോധിക്കുകയും രാഹുലിന് ജാമ്യത്തിന് അർഹമാണോ എന്ന കാര്യം ആലോചിക്കുകയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിലാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. 3-ാം നമ്പർ സെല്ലിലാണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും ജാമ്യാപേക്ഷ വരുമ്പോൾ അന്വേഷണ സംഘവും ശക്തമായ തയ്യാറെടുപ്പുകളിൽ തന്നെയാണ്. SITയുടെയും പ്രോസിക്യൂഷനും ഈ ജാമ്യം കൊടുക്കരുത് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങേയറ്റം പ്രബലമായിട്ടുള്ള ഒരു പാർട്ടിയുടെ MLA ആയിരുന്നു. ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമൂഹത്തിൽ സ്വാധീന ശക്തിയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇരയായ പരാതിക്കാരിയായ ആളെ ഉപദ്രവിക്കുവാൻ സാധ്യതയുണ്ട്, തെളിവുകൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാമുള്ള വാദങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ നിരത്തുവാൻ സാധ്യത. ഓക്കെ, ശരി. അമലാണ് വിവരങ്ങൾ നൽകിയത്.